വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BMW നിർമ്മിക്കുന്ന R180 അല്ലെങ്കിൽ R80 എന്നൊക്കെ പറയുന്ന ഒരു മോഡൽ ക്രൂസ് ബൈക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ബൈക്കിൻ്റെ ചെറിയൊരു ടെക്നിക്കൽ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ BMWൻ്റെ ഒരു ഷോറൂം ഇങ്ങനെ വിസിറ്റ് ചെയ്തപ്പോൾ ആ ബൈക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ആ ബൈക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ബോംബർ വിമാനത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ടാകുക ഒരു ബൈക്ക് കാണുമ്പോൾ ഒരു ക്ലാസിക് ലുക്കിലാണ് അവർ ആ ബൈക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ 2020 ആ ഒരു ബൈക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ബൈക്കിന് 345 കിലോ വെയിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ബോക്സർ എഞ്ചിനാണ് അവർ കൊടുത്തിട്ടുള്ളത്. BMW പാരമ്പര്യമായിട്ട് അവർ ബോക്സർ എഞ്ചിൻ നിർമ്മിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഫ്ലൈറ്റിലൊക്കെ ഈ ഒരു ബോക്സർ എഞ്ചിൻ വരുന്നുണ്ട് അപ്പോൾ 345 കിലോ ആണ് ഈ ഒരു ബൈക്കിൻ്റെ ഭാരം വരുന്നത്. അതുകൂടാതെ തന്നെ 1800 cc വരുന്നുണ്ട് ഈ ഒരു എഞ്ചിൻ്റെ കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ 3000 RPM ആകുമ്പോഴത്തേക്ക് ഈ ഒരു എഞ്ചിന് 100 ന്യൂട്രോമീറ്റർ ടോർക്കും അതേപോലെ തന്നെ നല്ല BHP പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഹൈ ടോർക്ക് എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ അവരിതിന് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ്, ഒരു ഷാഫ്റ്റ് ഡ്രൈവാണ് അവർ ഈ റിയർ വീലിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന് ഡ്രൈ ക്ലച്ചാണ് വരുന്നത്. ഒട്ടുമിക്ക ബൈക്കുകൾക്കും വെറ്റ് ക്ലച്ചാണ് വരിക. ആ ക്ലച്ച് ഓയിലിൽ മുങ്ങിക്കിടക്കുക ചെയ്യുക. ഓയിൽ ലൂബ്രിക്കേഷൻ ഉണ്ടാവും ക്ലച്ചിൽ. അപ്പോൾ ഈ ഒരു ബൈക്കിൽ അവർ വെറ്റ് ക്ലച്ച് അല്ല, ഡ്രൈ ക്ലച്ച് എന്നുള്ള ഒരു സിസ്റ്റം അവർ കൊടുത്തിട്ടുള്ളത്. സാധാരണ കാറുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ക്ലച്ച് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ അത് ഹൈ ടോർക്ക് എഞ്ചിനാണ്. ഹൈ ടോർക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം ഈ ഒരു ക്ലച്ചിനും അതേപോലെ തന്നെ ഇതിൻ്റെ ഷാഫ്റ്റിനൊക്കെ. അപ്പോൾ ചെയിൻ കൊടുക്കുകയാണെങ്കിൽ ചെയിനൊക്കെ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ചെയിനൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതിന് ഡ്യൂറബിലിറ്റി കുറവാണ് ചെയിനൊക്കെ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയിട്ടാണ് അവരെ എഞ്ചിനീയർ അതിന് ഒരു ഷാഫ്റ്റ് ഡ്രൈവ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടിക്കാൻ സാധിക്കും. പഴയ ബുള്ളറ്റൊക്കെ പക്ക മെറ്റലാണ് വരുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു ഡിസൈനിങ് ആണ് ഈ ഒരു ബൈക്കിനുള്ളത്. ഇതിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും മെറ്റലാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര വെയിറ്റ് വരുന്നത് ഈ ഒരു ബൈക്കിന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, നേരിട്ട് കാണാം ഈ ഒരു ബൈക്കിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന ഇതാണ് നമ്മൾ ആ മോഡൽ BMW നിർമ്മിക്കുന്ന R80 എന്ന് പറഞ്ഞ മോഡൽ ബൈക്ക്. അപ്പോൾ ലെസ്സം ഹെവി ആയിട്ടുള്ള ബൈക്കാണ്. അതേപോലെ തന്നെ അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലുള്ളത് എന്തുമാത്രം ഹെവിയാണ്. ഹാർലി ഡേവിഡ്സണായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ആ എഞ്ചിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ഡിഫറൻ്റാണ് കാര്യങ്ങളൊക്കെ. ബോക്സർ എഞ്ചിൻ അവിടെ വരുന്നത്. അതേപോലെ തന്നെ നല്ല വൈഡ് ലെസ്സം വീതി കൂടുതലാണ് ഈ ഒരു വാഹനത്തിന്. ഇതിൻ്റെ എഞ്ചിൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് രണ്ട് സൈഡിലും. അതേപോലെ ഇതിൻ്റെ ആ ക്രോം കോട്ടിംഗ് ഒക്കെ ശരിക്കും നല്ല ഷൈനി നല്ല തിളങ്ങുന്നുണ്ട് കിടന്നിട്ട്. കാരണം അത് ഒറിജിനൽ ജർമ്മൻ കോട്ടിംഗ് ആണ്. അപ്പോൾ ആ ഒരു ജർമ്മൻ എഞ്ചിനീയറിങ്ങിൻ്റെ കഴിവ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഓരോ ഭാഗത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ആ ഒരു ടാങ്കിൻ്റെ കോട്ടിങ്ങോ എഞ്ചിൻ്റെ കോട്ടിങ്ങോ കാണാം. ആ ക്രോം കോട്ടിങ് അത്ര പെട്ടെന്ന് പോകുന്ന ടൈപ്പൊന്നുമല്ല. ഇവിടെ ഇതിൻ്റെ സിലിണ്ടർ ഹെഡ് ഭാഗങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ ഈ ഒരു പുഷ് റോഡ് മെക്കാനിസം, വാൽവ് മെക്കാനിസം ഒക്കെയാണ് ഇതിന് വരുന്നത്. അത് നാട്ടിലെ ബുള്ളറ്റിനും അതേ ഒരു സിസ്റ്റം തന്നെയാണ് വരുന്നത്. അതേപോലെ ഡയമീറ്റർ കൂടിയ ഒരു എക്സോസ്റ്റ് പൈപ്പ് ഇവിടെ കാണാം. ഈ ഒരു എക്സോസ്റ്റ് പൈപ്പിന് നല്ല ഡയമീറ്റർ ഉണ്ട്. ഇത് 900 cc ആണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു സൈഡിൽ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിൻ്റെ കപ്പാസിറ്റി 900 cc ആണ്. അതേപോലെ ഈ ഒരു സൈഡിൽ ഇവിടെ ഇതിൻ്റെ ഈ ഒരു സ്റ്റീൽ ക്രോം പൈപ്പിനകത്ത് ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ടർ അതേപോലെ എയർ ഫിൽറ്ററിലേക്ക് പോകുന്ന ഓസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ പുഷ് റോഡൊക്കെ കാണാം. അതേപോലെ ഈ ഒരു സിലിണ്ടർ ഹെഡ് ചിലപ്പോൾ ഈ സൈഡിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട് സിലിണ്ടർ ഹെഡ്. ചിലപ്പോൾ പോലെ ഓട്ടോക്കാരോ അല്ലെങ്കിൽ ലോറിക്കാരൊക്കെ ഉണ്ടോ ഇപ്പോൾ നാട്ടിൽ ഈ ഒരു ബൈക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ ഇതിൻ്റെ റിയറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ റിയറിലെ കാലിബർ അതുപോലെ തന്നെ ഡിസ്ക് കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ ഷോക്കൊന്നും പുറത്തേക്ക് കാണാനില്ല. ഷോക്കൊക്കെ ഈ ഒരു ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിന് അടിയിലേക്കാണ് ഇതിൻ്റെ സീറ്റ് ഷോക്ക് മെക്കാനിസം ഒക്കെ ഉള്ളത്. ഇവിടെ ഇതിൻ്റെ ഒരു കാനിസ്റ്റർ കാണാം, ഫ്യൂവലിൻ്റെ കാനിസ്റ്റർ. ഇപ്പോൾ നാട്ടിൽ ഒട്ടുമിക്ക ബൈക്കുകളിലും ഫ്യൂവലിൻ്റെ കാനിസ്റ്ററൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങൾ, ഗിയർ ചേഞ്ച് ചെയ്യുന്ന ആ ലിവർ, അതുപോലെ ഡ്രൈവർ ഫൂട്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കാണാം. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതിന് ചെയിനൊന്നുമില്ല, അതുകൊണ്ട് സ്പോക്കറ്റൊന്നും കാണാനില്ല. ഇവിടെ ഷാഫ്റ്റ് ഡ്രൈവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ക്രൗൺ വീൽ മെക്കാനിസങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഗിയർ ബോക്സ് കാണാം. ഗിയർ ബോക്സ് എന്നാണ് ആ ഷാഫ്റ്റ് പുറത്തേക്ക് വരുന്നത്. അതേപോലെ ഇവിടെ ഈ ബ്രേക്ക് പടലും അതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ സംഭവങ്ങളൊക്കെ കൂടെ കാണാം ഈ ഭാഗത്ത്. അതുപോലെ ഈ ഒരു ഏരിയയിൽ അതേപോലെ ഇതിൻ്റെ സിലിണ്ടർ ഹെഡ്, ഈ ഭാഗത്തുള്ള സിലിണ്ടർ ഹെഡ്. അതേപോലെ ഇതിൻ്റെ താഴേക്ക് ഈ ഒരു ബ്ലോക്കിന് താഴത്തെ ഇതിൻ്റെ ഓയിൽ കൂളർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. ഓയിലിന് ശരിക്കും കൂൾ ചെയ്യുന്നുണ്ട്. ഓയിൽ ഹീറ്റാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു വാഹനത്തിൽ. ഇത് വലിയൊരു എഞ്ചിനായതിനെ കൊണ്ട് എയർ കൂൾഡ് മാത്രം പോരാ, അതിൻ്റെ ഓയിലിനെയും കൂടി തണുപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതേപോലെ ഇവിടെയും വലിയൊരു എക്സോസ്റ്റ് പൈപ്പൊക്കെ വരുന്നുണ്ട്. രണ്ട് സൈഡിൽ രണ്ട് വലിയ എക്സോസ്റ്റ് പൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഒക്കെപ്പാടെ 1800 cc വരുന്നത്. ചെറിയ RPM തന്നെ ഹൈ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ ഒരു എഞ്ചിന്.
ഇതിൻ്റെ ഹാൻഡിലിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയൊരു ഷോക്ക് മെക്കാനിസം ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഹാൻഡിലിനുള്ളിൽ വരുന്ന വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് കാലിവറിലേക്ക് പോകുന്ന 2 ഹൈഡ്രോളിക് പൈപ്പുകൾ മെക്കാനിസങ്ങളൊക്കെ ഇവിടെ കാണാം. 2 ഡിസ്ക് ബ്രേക്കൊക്കെ വരുന്നുണ്ട് ഇതിന്. അതുകൂടാതെ ഇതിൻ്റെ ഹെവി ആയിട്ടുള്ള 2 ഫോർക്ക് ഇവിടെ കാണാം. ഈ ഫോർക്കിന് നല്ല ഡയമീറ്റർ കൂടുതലാണ്. ഈ എഞ്ചിൻ്റെ വെയിറ്റ് മുഴുവൻ വരുന്നത് ഈ 2 ഫോർക്കിനെ വിലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അവർ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഈ 2 ഫോർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ഹെഡ്ലൈറ്റ്, ഇതിൻ്റെ മീറ്റർ പാനൽ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. വളരെ സിമ്പിളായിട്ടാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ടെക്നിക്കൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക.